നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന തോരനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളിത്തണ്ട് എഗ് തോരൻ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമ്മൾ ഇപ്പം കടയിൽ നിന്നൊക്കെ ഒരു കെട്ട് എന്ന് പറഞ്ഞ് വാങ്ങൂലേ, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ആണ് വാങ്ങിച്ചിട്ടുള്ളത്, ഉള്ളിത്തണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അത് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിത്തണ്ടിന്റെ ഈ ഒരു ഭാഗവും നമുക്ക് എടുക്കാം കേട്ടോ. ഉള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ആ ഭാഗത്തിന് ഉണ്ടാവുക. നമുക്കൊരു സവാള വേണം. അപ്പൊ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ടാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി അരിഞ്ഞ സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് ഇങ്ങനെ വാടി വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കുറയും കേട്ടോ, നല്ലപോലെ കുറയും. ഇത് വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മൾ തെളിച്ചു കൊടുക്കൂലേ, അതുപോലെ ആക്കി ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ വെള്ളമൊന്നും ആക്കണമെന്നില്ല. ഇതിന്ന് കുറച്ച് വെള്ളം വരും. നമ്മൾ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ടല്ലോ. അതിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ കുറച്ച് സമയം അടച്ചു വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ കണ്ടില്ലേ ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് തന്നെ വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഇട്ടതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഈ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ സൈഡിൽ വെച്ച് ചെയ്യുന്നതിന് പകരം വേറെ ഒരു പാൻ എടുത്തിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ചതച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു മിനിറ്റ്, 1-2 മിനിറ്റോ അത്ര മതി, ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിത്തണ്ടും അതുപോലെ തന്നെ മുട്ടയും വെച്ച് ഉണ്ടാക്കിയ തോരൻ. എന്തായാലും നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ഉള്ളിത്തണ്ട്, സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ മുട്ടയെന്ന് പറഞ്ഞാൽ.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.